ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു AS എഡ്യൂസോൺ. കേരള PSC 2026 ജാനുവരി മാസത്തിലെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2026 സിവിലുകാർക്ക് നടക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് എക്സാംസും അതിൻ്റെ ഡേറ്റും അതുപോലെ ബാക്കി ഡീറ്റെയിൽസും ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. PSC കലണ്ടർ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അവിടുന്ന് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ കാറ്റഗറി നമ്പർ 357/2025. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ജാനുവരി 19, 2026 തിങ്കളാഴ്ചയാണ്. കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി നവംബർ 11, 2025 എല്ലാവരും നേരത്തെ തന്നെ കൺഫർമേഷൻ നൽകാൻ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 20,851. അടുത്ത പോസ്റ്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 362/2025. ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ജാനുവരി 12, 2026 തിങ്കളാഴ്ചയാണ്. കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി നവംബർ 11, 2025 തന്നെയാണ്. അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 21,370. അടുത്ത കാറ്റഗറി നമ്പർ 223/2025. നെയിം ഓഫ് പോസ്റ്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ഫോർ SC/ST ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. എക്സാമിനേഷൻ നടക്കുന്നത് ജാനുവരി 12, 2026 തിങ്കളാഴ്ച തന്നെയാണ്. ഇവിടെയും കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി നവംബർ 11. കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 2,807 ആണ്. അടുത്ത കാറ്റഗറി 276/2025 ആണ്. നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് ട്രേഡ്സ്മാൻ സിവിൽ ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ജാനുവരി 27, 2026 ചൊവ്വാഴ്ചയാണ്. കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി നവംബർ 11 തന്നെയാണ്. ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 16,058 ആണ്. ഇത്രയുമാണ് ജാനുവരി മാസത്തിൽ നടക്കാൻ പോകുന്ന എക്സാമുകൾ സിവിലുകാർക്ക്. ഇനി 2 മാസമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ഈ 2 മാസത്തിൽ ഇപ്പോൾ ഒക്ടോബറിൽ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ എക്സാം ഉണ്ട്. നവംബറിൽ LSGD ഗ്രേഡ് 2 ഉണ്ട്. ഡിസംബറിൽ PWD AE ഉണ്ട്. അത് കഴിഞ്ഞാൽ ജാനുവരിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുക. എല്ലാവരും നന്നായി പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. താങ്ക് യു.